ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാധനം പരിചയപ്പെടുത്താനാണ് കേട്ടോ. അതാണ് ഇതായത് മൈഗ്രെയിൻ ഗോ ക്യാപ്പ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഞാൻ സ്ഥിരം ഒരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ്. മിക്കവാറും ദിവസങ്ങളിലും മൈഗ്രെയിൻ വരുന്ന ഒരാളാണ് കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും മൈഗ്രെയിൻ ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിപ്പ് ലോക്ക് കവറാണ് കേട്ടോ. സിപ്പ് ലോക്ക് കവറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെടുത്തു ഇങ്ങനെയാണ് എടുക്കുമ്പോൾ ഉണ്ടാവുക. ഇങ്ങനെയാണ് കേട്ടോ ഈ ക്യാപ്പ്. ഇങ്ങനെ നമ്മുടെ കണ്ണ് മൂടിയിട്ട് ഇങ്ങനെ ഇടണം. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അതായത് കോൾഡ് ഇതിൽ എഴുതിയിട്ടുണ്ട് 2 തരത്തിൽ കോൾഡ്, അതായത് തണുപ്പാക്കിയിട്ടും ഹോട്ടാക്കിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ തണുപ്പാക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് തണുപ്പ് വെക്കുമ്പോഴായിരിക്കും സുഖം കിട്ടുന്നുണ്ടാവുക, ചിലർക്ക് ചൂട് വെക്കുമ്പോഴായിരിക്കും സുഖം ഉണ്ടാവുക, ആ പെയിനൊരു റിലീഫ് കിട്ടുക. അപ്പം ഞാനിത് തണുപ്പാക്കിയിട്ടാണ് വെക്കണത് കേട്ടോ. അപ്പം നമ്മൾ ഫ്രീസറിൽ ഇതിൽ എഴുതിയേക്കുന്നത് ഫ്രീസറിൽ 2 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം. വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ക്യാപ്പ് തലകൂടി ഇട്ടിട്ട് കിടന്നുറങ്ങാം. ഒരു അരമണിക്കൂർക്ക് കിടക്കുമ്പോഴേക്കും നല്ല റിലാക്സ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ആ ഒരു വേദന തുടങ്ങുമ്പോഴേക്കും വെക്കാനായിട്ട്, അല്ലാണ്ട് ഭയങ്കര വേദന കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ. എന്നാലും മാറില്ല. പക്ഷെ നമ്മൾ ഈ വേദന തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം, മൈഗ്രെയിൻ വരുന്ന ആളുകൾക്ക് അറിയാം എപ്പോഴാണ് നമുക്കത് തുടക്കുന്നത്. ആ തുടങ്ങുമ്പോൾ തന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. ഒരു പെട്ടെന്ന് തന്നെ മൈഗ്രെയിൻ കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവനിൽ 30 സെക്കൻഡ് വെക്കണം എന്നാണ് അവർ അതിലെഴുതിയിട്ടുള്ളത്. ഞാനിത് ഫ്രീസറിൽ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് 2 മണിക്കൂർ 1 മണിക്കൂർ വെച്ചാലും നല്ല തണുപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സുഖമായിരിക്കും. ആ തണുപ്പൊക്കെ അടിച്ച് അതുപോലെ തന്നെ ഇത് നല്ല ഇങ്ങനെ കവർ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് പകലാണെങ്കിലും കണ്ണിൽ വെളിച്ചൊന്നും അടിക്കാണ്ട് സുഖമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ വേദന കുറയുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കണ്ണ് വേണ്ട വെച്ചാൽ ഈ തലയുടെ ഇങ്ങനെയായിട്ടും വെക്കാം. നല്ല സുഖമുണ്ട് കേട്ടോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിലാക്സ് ആവും. അപ്പം ഇതാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഈ മൈഗ്രെയിൻ റിലീഫ് ക്യാപ്പ് എന്ന് പറയണ മൈഗ്രെയിൻ ഗോ ക്യാപ്പ് എന്ന് ആണ് കേട്ടോ അതിൻ്റെ പേര്. നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അത് ജെല്ലാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ജെൽ പാക്കാണ് കേട്ടോ. ജെൽ പാക്കാണ്. നമ്മളിങ്ങനെ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലിലൊക്കെ നല്ല തണവടിച്ചിട്ട് കുറേ ടൈം നിൽക്കും. ആ തണുപ്പ് കുറേ ടൈം നിൽക്കും കേട്ടോ. ഒരു 15-20 മിനിറ്റൊക്കെ എന്തായാലും തണുപ്പുണ്ടാവും. അപ്പോൾ ആ തണുപ്പിൽ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖം തോന്നും. അപ്പോൾ എനിക്ക് അത് നല്ല ഇഷ്ടമായ ഒരു കാര്യമാണ് കേട്ടോ അത് മൈഗ്രെയിൻ ഗോ ക്യാപ്പ്. അതൊന്ന്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇങ്ങനെ നമ്മുടെ ഈ കഴുത്തിൽ വെക്കുന്ന ഒരു തലയണയ്ക്ക് പകരം നമുക്ക് വെച്ച് കിടക്കാം കേട്ടോ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് കഴുത്ത് ഇതിലേക്ക് വെക്കുക. കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കിടക്കാം. അതുപോലെ കിടക്കാൻ മാത്രമല്ല, നമുക്ക് ഇരിക്കുമ്പോഴായാലും കുറേ നേരം ലാപ്ടോപ്പും ഒക്കെ നോക്കിയിരിക്കണവർക്ക് ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് നെക്കിന് ഭയങ്കര റിലാക്സേഷൻ ആവട്ടെ. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ള സമയത്തും തലയണയ്ക്ക് പകരം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാലും നല്ലൊരു റിലാക്സ് പോലെ ലഭിക്കും. അപ്പോൾ ഇതും എനിക്ക് ഉപകാരപ്പെട്ട ഒന്നാണ് കേട്ടോ. നമ്മുടെ ഷോൾഡർ പെയിന്, കഴുത്ത് വേദന, ഷോൾഡർ വേദന ഇതൊക്കെ ഉള്ളവർക്ക്, അതുപോലെ മൈഗ്രെയിൻ, ഹെഡേക്ക്, ടെൻഷൻ അതൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഉപകാരപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാം, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ നല്ല മൈഗ്രെയിൻ നല്ല കൂടിയ സമയത്താണെങ്കിൽ പോലും
നമ്മൾ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഇത് വെച്ച് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും കേട്ടോ. പെയിൻ കില്ലർ പരമാവധി ഉപയോഗിക്കാതിരിക്കുക, നല്ലത്. മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുക. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ പെട്ടെന്ന് മാറും കേട്ടോ. മാറല്ല, കുറയും. അപ്പം അതുപോലെ തന്നെ മൈഗ്രെയിൻ ഒരു ജീവിതശൈലി രോഗമാണെന്നാണ് പറയണത്, നമ്മുടെ പ്രഷറും ഷുഗറൊക്കെ പോലെ. അപ്പം നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇത് കുറയുള്ളൂ, മൈഗ്രെയിന് കുറഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും കാണാം. അതുവരെയും ബൈ ബൈ, സീ യു.